ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ദൈവം ആ ദൈവം എപ്പോഴെങ്കിലും ഇറങ്ങി വന്ന് അതിനെ പിടിച്ചൊരു കൂട്ടിലിടും. പിന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ശ്രീനാരായണ ഗുരുവിനൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, ഇന്ന് വരെ മൂപ്പര് പുറത്തിറങ്ങിയിട്ടില്ല. ഇതുപോലെ ആരെങ്കിലും ഇറങ്ങി വന്നാൽ അത് അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യാ? എന്താണ് KH ഒന്നും ചെയ്യാല്ലോ. ബ്ലെൻഡ് ചെയ്താലോ? അതെങ്ങനെയാണ് ആവും? See, no the man can do the process, no the money can do the process, no the institution, no the prime minister, no the president. മനുഷ്യരായിട്ടുള്ള ഒരാൾക്കും അയാൾ എത്ര ലോകത്തെ എല്ലാവരുടെ പണം കൂട്ടി വെച്ചാലും ഈ കൺവേർഷൻ കെമിസ്ട്രി നടക്കില്ല. This is done only by the kingdom known as planned kingdom എന്ന് പറയും. This is known as planned kingdom. Planned kingdom. അതായത് മരങ്ങളും ചെടികളും മാത്രമാണത്രേ ഈ പ്രപഞ്ചത്തില്. മരങ്ങളും ചെടികളും മാത്രമാണ് പ്രാണനെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നത്, നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളെ നിലനിർത്തുന്നത്, അതിനെ റീഫിൽ ചെയ്യുന്ന മെക്കാനിസം ഇത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഈ സയൻസ് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ യു ക്യാൻ ലിവ് മോർ. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ യു ക്യാൻ ലിവ് ഷോർട്ട്. ഇത് അറിയാത്തവര് ദേ ആർ ലിവിങ് ഷോർട്ട്, അറിയുന്നവര് ദേ ആർ ലിവിങ് ലോങ്. ഏതാ വേണ്ടത്? ഇറ്റ്സ് എ റീഫില്ലിംഗ് മെക്കാനിസം. നിങ്ങൾക്ക് സിങ്ക് കുറവാണോ? മരത്തിനോട് ചോദിക്കുക, ചെടിയോട് ചോദിക്കുക. നിങ്ങൾക്ക് ഇരുമ്പ് കുറവാണോ? ചെടിയോടോ മരത്തിനോടോ ചോദിക്കുക. കാണപ്പെടുന്ന ദൈവിക രൂപങ്ങളാണത്ര ചെടികളും മരങ്ങളും. അവ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല. ഉണ്ടോ? ഗോതമ്പ് ഒരു ചെടിയിൽ ഉണ്ടാകുന്ന, അരി മറ്റൊരു ചെടിയിൽ, ബാർലി വേറൊരു ചെടിയിൽ, മാങ്ങ മറ്റൊരു മരത്തില്, തേങ്ങ വേറൊരു മരത്തില്, അല്ലെ? സപ്പോട്ട, കൈതച്ചക്ക, പിന്നെന്താ ആപ്പിള്. നിങ്ങൾ എന്തൊക്കെയാണോ കഴിക്കുന്നത് അതെല്ലാം ആര് തരുന്നതാണ്? പിണറായി തരൂല കേട്ടോ. പിണറായിക്ക് ഇത് തരില്ലല്ലോ. ചെടിയാ? ഓക്കെ. പെട്ടെന്ന് പിണറായി പിണറായിക്ക് ഇറ്റാ തരിക. ഇപ്പൊ കിട്ടൂല. അപ്പം ഈ ചെടിയെ നമസ്കരിക്കൊന്നും വേണ്ട, ഈ സത്യം തിരിച്ചാണ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. ഇതില്ലെങ്കിൽ മഴയില്ല, ഇതില്ലെങ്കിൽ കാറ്റില്ല, ഇതില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെന്താ നമ്മൾ ഈ സത്യം തിരിച്ചറിയണ്ടേ? ഈ സത്യം തിരിച്ച് ഇതാണ് വീട്ടില് മരം വേണം, ചെടി വേണം എന്നൊക്കെ പറയുന്നത്. ഒരു മരം വെട്ടുമ്പോൾ 5 മരം നടണം. എത്ര നട്ടിട്ടുണ്ട് നിർമ്മല മാഡം? മാവ്, പ്ലാവ്, അല്ലേ? എങ്ങൊക്കെ കാരണന്മാര് വെച്ചിരുന്നു ഉണ്ടല്ലേ? ഇപ്പൊ പ്ലാന്റ് കിങ്ഡം, സത്യത്തില് പ്ലാന്റ് കിങ്ഡം എന്താ ചെയ്തത്? സയന്റിഫിക് ആയിട്ട് എന്താ ചെയ്തത്? സ്വന്തം വേരിൽ കൂടെ ഈ ധാതുക്കളെയും ലവണങ്ങളെയും വലിച്ചെടുത്ത് സ്വന്തം തടിയിൽ കൂടെ അത് പ്രോസസ് ചെയ്ത് സ്വന്തം ശാഖകളിൽ കൂടെ ഇലകളായിട്ടും പഴങ്ങളായിട്ടും തൊലിയായിട്ടും ഇതൊക്കെ ആയിട്ട്, അതായത് ഇത് ലീഫ്, ഇത് ഫ്രൂട്ട്, സ്റ്റെം തടി, റൂട്ട്, ബാർക്ക് തൊലി, ഈ 5 മൂലകങ്ങളായിട്ട് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഇതിനെ നമ്മൾ ഉപയോഗിക്കാം, ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നേരത്തെ ഇരുമ്പ് പറഞ്ഞപ്പോ എന്താ ഇത്? ഇരുമ്പ് സത്ത് കഴിച്ചു, അയൺ ഫോളിക് ആസിഡ് കഴിച്ചു. ഇനി മുതൽ ഇരുമ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാം. എന്താണ് ഫ്രൂട്ട്? ഉണക്കമുന്തിരി കഴിക്കാം, ഈന്തപ്പഴം കഴിക്കാം. ഏറ്റവും നല്ല ചക്കര, കരിപ്പട്ടി അറിയാം? ചക്കര എന്ന് പറയുന്നത്. രക്തം കുറഞ്ഞാൽ 5 കരിപ്പട്ടി കാപ്പി ഇട്ട് കൊടുക്കുക, കുടിക്കുക. എന്റെ ഭാര്യ 2 കുട്ടികളെ പ്രസവിച്ചതാ. അന്ന് ഞാൻ കൊച്ചിയിലാ. അവിടുത്തെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. കാരണം അവരുടെ ഭാര്യ, എൻ്റെ വൈഫിന്റെ അമ്മ എന്ന് പറയുന്നത്
ഇതാണ് ഹെൽത്ത്. സ്വർണം കുറയും ഞാൻ അവരോട് പണ്ട് പറയണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണം പോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ഇരുമ്പ് കുറയുന്ന പറഞ്ഞു. ഓക്കെ, ഞാൻ ബാമ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തു. ബാമ ഡോക്ടറെ അടുത്ത് വന്ന് ഡയഗ്നോസ് ചെയ്താൽ മതി, ബാക്കി എന്റെ ഇതൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പൊ നീ എന്താ കൊടുക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് സിസ്റ്റം ഉണ്ടെന്നേ, നിങ്ങൾ ഇരുമ്പ് കുറവാണെങ്കിൽ ഇരുമ്പ് കുറഞ്ഞെന്ന് പറയും. ഡെയിലി 5 കരിപ്പട്ടി കാപ്പി, അതായത് കരിപ്പട്ടി, ചുക്ക്, കുരുമുളക്, ഇതൊക്കെ മല്ലിയൊക്കെ ഇട്ടിട്ട്, കൊത്തമല്ലിയൊക്കെ ഇട്ട് ഒരു നുള്ളു കാപ്പിപ്പൊടി ഇട്ട് ഒരു 5 എണ്ണം കഴിച്ച് 10 ദിവസം കഴിഞ്ഞപ്പം HB നോർമലായി. അതിന് വരെ ഈ ഗുളിക പിടിക്കാലോ, അതിനും കേട് പിടിക്കും, വയറ്റിലുള്ള കുഞ്ഞിനും കേട് പിടിക്കും. അപ്പൊ ഇത് ഇനോർഗാനിക് ആണ്. നേരെ മറിച്ച് ചക്കരായപ്പോഴോ ഓർഗാനിക്കായി, സിമ്പിൾ. ഇതെന്തുകൊണ്ട് ഇത് ഒരു സ്കൂളിൽ സിലബസ് ആക്കണില്ല? ഇത് എന്തുകൊണ്ട് ഒരാൾ പഠിക്കണില്ല? ഇത് മെഡിക്കൽ സ്കൂളിലും സിലബസ് അല്ല. ഇത് സ്കൂളിലും ഹൈസ്കൂളിലും പിന്നെ പ്രൈമറി സ്കൂളിലും ഒന്നും അംഗനവാടിയിലും ഒന്നും ഇത് ഒരു സിലബസ് അല്ല. ഇറ്റ് ഈസ് ഹിഡൻ. ഇതാരോ മറച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇത്രയൊന്നും വിവരം വരരുത്, ഇതൊന്നും നമ്മൾ അറിയരുത്. അറിഞ്ഞാല് ഓരോ ആൾക്കാരുടെ രോഗം വരുന്ന വഴിയറിയും. അപ്പൊ ഷോർട്ടേജ് ഓഫ് ദിസ് എലമെന്റ്സ്, ഇതാണ് രോഗം. അപ്പൊ ഡെഫിഷ്യൻസിയാണ്, ഇതിന്റെ ഡെഫിഷ്യൻസിയാണ് രോഗം, ഇതിന്റെ സഫിഷ്യൻസിയാണ് ചികിത്സ. തീർന്നു. അപ്പൊ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കണം, ലെറ്റ് മീ റീഫിൽ ഇറ്റ്, ദാറ്റ്സ് ഓൾ. വെള്ളത്തിന് വരെ ചപ്പാത്തി കഴിച്ചാൽ ആ മാറുമോ? അപ്പോ ഇവിടെ സ്വന്തം ശരീരത്തിൽ കൂടെ ഇതിനെല്ലാം എടുത്ത് ഇരുമ്പാകട്ടെ, കൈതച്ചക്ക കഴിക്കുക ധാരാളം, അതിനകത്ത് ധാരാളം ഓറം, ഗോൾഡിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. മാമ്പഴം കഴിക്കുക, നല്ല മഞ്ഞ നിറമുള്ള മാമ്പഴം കഴിക്കുക, ഗോൾഡിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും, അതുപോലെ വയലറ്റ് നിറമുള്ള പഴം കഴിക്കുമ്പോൾ ഇരുമ്പ് സത്ത് കൂടുതലുണ്ടാവും, കറുപ്പ് നിറമുള്ള പഴം കഴിക്കുമ്പോൾ ഇരുമ്പ് സത്ത് ഉണ്ടാവും. അതൊക്കെ പ്രകൃതിയിലുള്ളതാ. അപ്പൊ ഇത് ലീഫ്, ധാരാളം ചീരയില കഴിക്കുന്നില്ലേ? അപ്പൊ ലീഫിൽ ചീരയിലയില് അയൺ ഉണ്ട്. അയണിന് പുറമെ ബാക്കി ധാരാളം നമുക്ക് വേണ്ട എന്താണോ പോഷകം അതൊക്കെ അതിലുണ്ട്. ഫ്രൂട്ടിലുണ്ട്, സ്റ്റെമ്മിലുണ്ട്, റൂട്ടിലുണ്ട്, ബാർക്കിലുണ്ട്, തൊലിയിലുണ്ട്. ഇതിന്നൊക്കെ എടുക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഫുഡ് സപ്ലിമെന്റ്സ്. ഫുഡ് സപ്ലിമെന്റ്സ്. അപ്പൊ ഇതിന്റെ പേര് ഫുഡ് സപ്ലിമെന്റ്സ്. എന്താ ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഭക്ഷണം വഴി ലഭിക്കേണ്ട പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ സപ്പിൾ കൊടുക്കുക, അതായത് ബോഡിക്ക് സപ്ലിമെന്റേഷൻ കൊടുക്കുക. അപ്പം ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്, കിട്ടൂല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഇച്ചിരി ചോറ് കഴിച്ചിട്ടില്ല എന്ന് സത്യം പറഞ്ഞു. ആ ചോറൊക്കെ ജനിച്ചു. ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഭക്ഷണം ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഇമ്മ്യൂണിറ്റി. ചൂട് പോയാൽ ഇമ്മ്യൂണിറ്റി പോയി. അതിന് 1 മണിക്കൂർ കൂടി നമുക്കൊക്കെ 2 മണിക്കൂർ പഴയ ചോറ് കേട്ടാ. ഇത്രയുള്ള കാര്യം. ഇവിടെ സംഭവിക്കുന്നത് അറിയാ? നിങ്ങള് ഇനി ഈ കൊടുത്ത ചോറാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, കൊടുത്ത കഞ്ഞി. പക്ഷെ അതിനകത്ത് പ്രോബയോട്ടിക് മാത്രമേ. ചോറിനകത്തുള്ള ബാക്കി ധാരാളം ഘടകങ്ങൾ നശിച്ചു. എന്താ കാരണം? ഈ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാല് ധാരാളം അണുക്കളുടെ ഭക്ഷണം കൂടിയാണ്. അണുക്കളെ പേടിയുണ്ടാവും, അണുക്കളെ പേടിയാണ്. സത്യം പറഞ്ഞു, ഈ രോഗങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന അണുക്കളാണ്. ലോകത്ത് ഉണ്ടാക്കുന്ന അണുക്കള്, വയറുവേദന ഉണ്ടാക്കുന്നത്, പുണ്ണ് വരുന്നത് എല്ലാം അണുക്കളാണ്. അണുക്കളെ പേടിയുണ്ടാവും. ഉണ്ട്. വാസ്തവത്തിൽ അണുക്കളുടെ ഐഡന്റിറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അണുക്കളെ പേടിക്കുന്നത്. എന്താണ് അണുക്കളുടെ ഐഡന്റിറ്റി? അണുക്കളുടെ ഐഡന്റിറ്റി ഏത് അണുക്കള്? ഏതൊക്കെ അണുക്കള്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ്. 4 40,000 ഫാമിലി ഉണ്ടാവുമല്ലോ. ഒരാളുടെ പേര് അജ്മൽ എന്നാ. അജ്മലിന് ഒരു 100 കണക്കിന് കുടുംബക്കാരുണ്ടാവും. വേറെ ആളുടെ പേരെന്താണ്? സുഹൈറ എന്നാണ്, അല്ലെങ്കിൽ സുഹറ. അവർക്കുണ്ടാവും 100,000 ഫാമിലി. വേറെ ആളുടെ പേര് നിർമ്മല എന്നാ, അതിനുണ്ടാവും കുറേ ഫാമിലി. അപ്പൊ ഇത് 40,000 ഫാമിലി ഉണ്ടാവും. അത് ഡോണ്ട് മൈൻഡ്. അത് അവരുടെ ലെറ്റം ടു ദെയർ ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി? എയ്തർ കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ്. ഈ 2 ഡ്യൂട്ടികളാണ്. എയ്തർ കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ
അതിനെ കൺസ്ട്രക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? ഉൽപാദനപരമായിട്ട് പ്രവർത്തിക്കുക, അതാണ് കൺസ്ട്രക്ഷൻ. ഉൽപാദനപരമായിട്ട് പ്രവർത്തിക്കുക. ഏതുപോലെ? ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ആദ്യത്തെ ബീജാഭാവത്തില് ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളില് ഗർഭപാത്രത്തിലേക്ക് ഒരു പുള്ളി കുത്തായിട്ട് ഒരാൾ കടന്നു ചെന്നതാണ്. ചിലര് പറയും, എന്തൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ ഞാൻ വിജയിച്ചിട്ടില്ലല്ലോ പഠിച്ചത്. നിങ്ങൾക്ക് ആർക്കെല്ലാം ഇതുണ്ടാ, ചിന്തയുണ്ട് അങ്ങനെ? ജീവിതത്തിൽ വിജയിക്കാത്ത ആളൊന്ന് കൈയൊന്നിച്ച്, എന്നാ വിജയിച്ച ആളൊന്ന് കൈയൊന്നിച്ച്. രണ്ടിന് നടുക്കിരിക്കുക. പൊതുവെ ആൾക്കാർ പറയും എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ വിജയിക്കണില്ല. വാസ്തവത്തില് നമ്മളെല്ലാം മഹാഭാഗ്യവന്മാരും പണ്ടേ വിജയിച്ചവരും. എങ്ങനെ അറിയാം? ഒരു ഭയങ്കരമായ യുദ്ധത്തിൽ കൂടെ നമ്മളെ കൂടെ ജനിക്കാൻ പോയ ലക്ഷക്കണക്കിന് അണുക്കളെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇടിച്ചു കയറി ചെന്ന് നമ്മളവിടെ എസ്റ്റാബ്ലിഷ്ഡ്. ഈ സമയത്ത് ഒരാളും കൂടി വന്ന് നമ്മളെ ഉള്ളിൽ കൂടെ ഒന്ന് നുഴഞ്ഞു കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഒരുത്തനും കൂടി വന്നു. അവരും കൂടി വന്നാൽ രണ്ടെണ്ണായി. ഏതാ? ഇരട്ടകള്. അത് കഴിഞ്ഞോടുന്ന വാതിലടയ്ക്കും. കുറേയൊന്നുമില്ല. അമേരിക്കയിലൊക്കെ 15 പന്നിക്കുട്ടികളും പ്രസവിക്കുന്നില്ല. അത് വേറെ കാര്യം. അത് അപൂർവം. ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ഈ സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടക്കുക. എന്ത് സ്പീഡായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് നോക്കൂ. ഈ പ്രപഞ്ചത്തിന്റെ എന്തോ ഒരു മാസ്മരികതയാണ്, എന്തൊരു മായാജാലമാണ്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീ തമ്മിലുള്ള ആ സംയോഗ വേളയില് ഒരു ബീജം ചെന്നിട്ട് കൃത്യമായിട്ട് ഗർഭപാത്രത്തിലെത്തുന്നു. എല്ലാ ബീജങ്ങളെയും അവിടെ ഉൾക്കൊള്ളുന്നില്ല. അവിടുന്ന് സെക്കൻഡ്സില് റിക്രൂട്ട് ചെയ്യാണ്. കാരണം എന്താ? ഒരു ബീജത്തിന് അവൻ ജനിച്ചാല് കണ്ണിന് കാഴ്ച ഉണ്ടാവാത്ത കുഞ്ഞാണ്, അവൻ പോട്ടെ. വേറൊരാൾ ജനിച്ചു കഴിഞ്ഞാൽ കാലും മുടന്തനാണ്, അവൻ പോട്ടെ. വേറൊരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഓർമ്മശക്തി ബുദ്ധി ഇല്ലാത്തവൻ, അവൻ പോട്ടെ. വേറെ ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടുന്ന ദേഷ്യക്കാരൻ, അവൻ പോട്ടെ. ഇങ്ങനെ ലക്ഷക്കണക്കിന് ബീജങ്ങളെ പുറന്തള്ളിയിട്ട് അതിലേറ്റവും നല്ല ബീജമാണ് അമ്മയുടെ ഉദരത്തില് ചെറിയ പുള്ളിക്കുത്തായി വീണ് അവിടുന്ന് ഉണ്ട് അല്ലേ ജനിച്ച് സുഖമായിട്ട് ഉണ്ട് ഉറങ്ങിയിട്ട് എവിടെ തിരികെ നമ്മൾ ഓരോരുത്തരും. എന്നിട്ടാണ് പറയുന്നത്, വിജയം എനിക്ക് തന്നില്ലല്ലോ കൃഷ്ണ, റബ്ബേ എന്നെ നീ വിജയിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്തോ ഒരു പരാക്രമമാണ്. ദൈവത്തിനെ പോലും വെറുതെ വിടുന്നില്ല. അപ്പൊ വിജയശ്രീ ലാളിതരായിട്ടാണ് നമ്മളെല്ലാരും. നല്ല കണ്ണ്, നല്ല ബുദ്ധി, നല്ല കയ്യും കാലും, നല്ല വിശപ്പ്, നല്ല ഉറക്കം, നല്ല ഡ്രസ്സ്, എന്നിട്ടും തൃപ്തി പോരാത്രേ. എന്താ മനുഷ്യന്മാരുടെ കാര്യങ്ങള്? അപ്പൊ റിക്രൂട്ട്മെന്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നടന്നു. ആ റിക്രൂട്ട്മെന്റിലാണ് നമ്മളെല്ലാം വിജയിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകം കാണാൻ പറ്റില്ല. ഭർത്താവിന്റെ പേരെന്താ?